അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1167. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ-നബി മസ്ഊദ് അൻസ്വാരി റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ മസ്ഊദ് അൻസ്വാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു, കാന റജുലുൻ മിനൽ അൻസ്വാരി യുഖാൽ ലഹു അബൂ ശുഐബ്. അൻസ്വാരിയിൽപ്പെട്ട അബൂ ശുഐബ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയായിരുന്നു. വക്കാന ലഹു ഗുലാമുൻ ലഹാമുൻ, അദ്ദേഹത്തിനൊരു മാംസക്കച്ചവടക്കാരനായ ഒരടിമയുണ്ടായിരുന്നു. ഫറഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അബൂ ശുഐബ് റളിയല്ലാഹു അൻഹു മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. ഫഅറഫ ഫി വജ്ഹിഹിൽ ജൂഅ, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് വല്ലാത്തൊരു വിശപ്പുണ്ട് എന്ന് തോന്നി, എന്ന് മനസ്സിലാക്കി. ഫഖാല ലി ഗുലാമിഹി, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടിമയോട് പറഞ്ഞു, വൈഹക് ഇസ്നഅ ലനാ തുആമൻ ലിഖംസതി നഫർ, നീ പോയിട്ട് ഒരു 5 ആൾക്കുള്ള ഭക്ഷണം തയ്യാറാക്ക്. ഫഇന്നി ഉരീദു അൻ അദഉ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാമിസ ഖംസ, ഞാൻ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 5 ആളിൽ 5-ാമത്തെ ആളായിട്ട് ക്ഷണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് 5 ആൾക്കുള്ള ഭക്ഷണം നീ തയ്യാറാക്ക്. ഖാല, മഹാനവറുകൾ പറയാണ്, ഫസ്വനഅ, അങ്ങനെ ഭക്ഷണമൊക്കെ തയ്യാറാക്കി. സുമ്മ അത്തൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ചെന്ന് ഫദഅഹു ഖാമിസ ഖംസത്തിൻ, 5-ാമത്തെ ആളായിട്ട് 5-ൽ 5-ാമത്തെ ആളായിട്ട് മുത്തനബിയെ ക്ഷണിച്ചു. വത്തബഅഹും റജുലുൻ, മുത്തനബിയോടുകൂടെ ഒരാളും കൂടെ പിന്തുടർന്നു. ഫലമ്മ ബലഗൽ ബാബ, അങ്ങനെ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീടിൻ്റെ കവാടത്തിലെത്തിയപ്പോൾ ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദാ ഇത്തബഅന, ഇദ്ദേഹം ഞങ്ങളെ കൂടെ വന്നതാണ്. അബൂ ശുഐബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇദ്ദേഹം 6-ാമത്തെ ഒരാൾ കൂടെ ഉണ്ടല്ലോ, ഇദ്ദേഹം ഞങ്ങളെ കൂടെ വന്നതാണ്. ഫൈൻ ശിഅ്ത അൻ തഅ്ദന ലഹു, നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് സമ്മതം കൊടുക്കാം. സമ്മതം കൊടുക്കാൻ അദ്ദേഹം ഞങ്ങളെ കൂടെ വീട്ടിലേക്ക് പ്രവേശിച്ചു കൂടെ ഭക്ഷണം കഴിക്കും. വൈൻ ശിഅ്ത റജഅ, അതല്ല നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ മടക്കി വിടുകയും ചെയ്യാം. എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. ഖാല, അബൂ ശുഐബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ, നബിയെ മടക്കി വിടരുത്. ബൽ ആദനു ലഹു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അദ്ദേഹത്തിന് സമ്മതം കൊടുത്തിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെയും കൂടെ കൂട്ടി ഭക്ഷണം കഴിക്കുകയാണ്. ഈ ഹദീസ് നൽകുന്ന പാഠം, അതിഥിയായി നമ്മെ ക്ഷണിക്കുമ്പോൾ ചിലപ്പോൾ നമ്മ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീട്ടുകാരോട് സമ്മതം ചോദിക്കണം. അതേസമയത്ത് നമുക്ക് എത്ര ആളെയും കൊണ്ടുപോകാം, അത് നമുക്ക് സമ്മതമുള്ളതാണ്, നമുക്ക് ആ വീട്ടിലെ ചുറ്റുവശമൊക്കെ അറിയാം എന്നുണ്ടെങ്കിൽ കൊണ്ടുപോകുന്നതിന് വിരോധമല്ല. 1, 2, 3 ആളോ ഉണ്ടാവുന്ന അവർക്ക് വീട്ടുകാർക്ക് സന്തോഷമാണ് നമുക്ക് മുൻകൂട്ടി അറിയുമെങ്കിൽ കൊണ്ടുപോകാം. അല്ലാതെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ വീട്ടുകാരോട് സമ്മതം ചോദിച്ചിട്ടേ കൊണ്ടുപോകാവൂ, അല്ലെങ്കിൽ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് സമ്മതം ചോദിക്കണം എന്ന് ഈ ഹദീസ് നൽകുന്ന പാഠം. അല്ലാഹു തആല ഇതെല്ലാം ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്താനും ഒക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.